മലപ്പുറം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പോലീസ് പിടിയിൽ. പടിഞ്ഞാറേക്കര സ്വദേശി ഫൗസിയ കൊല്ലപ്പെട്ട കേസിലാണ് ഭർത്താവ് ഹുസൈനെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ബസ്സിൽ കയറി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭാര്യ ഫൗസിയയെ കൊന്ന ഹുസൈന് തിരൂർ പോലീസിന്റെ പിടിവീഴുന്നത്. എന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോന്നേ പോല സാറേ, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. സാറേ ഒരു രണ്ടടി എല്ലാം, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. അല്ലേ സാറേ, അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ. സാറേ ഒരടിക്ക് ഒരടി, സാറേ ഒരടി, ഒരടി സാറേ, ഒരടി. കഴിഞ്ഞ ദിവസമാണ് തിരൂർ പുഴയിൽ മത്സ്യബന്ധന ബോട്ടിന്റെ നങ്കൂരത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ പടിഞ്ഞാറേക്കര സ്വദേശി ഫൗസിയയുടേതാണ് മൃതശരീരമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. കഴുത്തിൽ കയർ വരിഞ്ഞു മുറുക്കിയതിന്റെ ആഴത്തിലുള്ള പാടുകൾ കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഫൗസിയയെ വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. പുഴയിൽ മീൻ വാരാൻ പോകാം എന്ന് പറഞ്ഞ് ഭർത്താവ് ഹുസൈൻ തന്നെയാണ് ഫൗസിയയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. ഇതിനു പിന്നാലെ ഫൗസിയയെ കാണാതാവുകയും പിന്നീട് പുഴയിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. എന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോന്നേ പോല സാറേ, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. സാറേ ഒരു രണ്ടടി എല്ലാം, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. അല്ലേ സാറേ, അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ. സാറേ ഒരടിക്ക് ഒരടി, സാറേ ഒരടി, ഒരടി സാറേ, ഒരടി. ഇതിനു പിന്നാലെ മുങ്ങാനായിരുന്നു ഹുസൈന്റെ പദ്ധതി. എന്നാൽ തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ നിന്ന് ഇയാളെ പോലീസ് പൊക്കി. ദമ്പതികൾ തമ്മിൽ നേരത്തെയും പല പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടൂ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് മലയാളം, മലപ്പുറം.